കുംഭമേളയിലെ ഒറ്റ ചിത്രം കൊണ്ട് ആഗോളതലത്തിൽ വൈറലായ ഇൻഡോർ സ്വദേശിനി മൊണാലിസ ബോസ്ലെയും കാമുകൻ ഫർമാൻ ഖാനും കേരളത്തിൽ വിവാഹിതരായി. ഇരുവരുടെയും വിവാഹം അരുമാനൂർ നൈനാർ ക്ഷേത്രത്തിൽ വച്ചാണ് നടന്നത്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി, AA റഹീം MP ഉൾപ്പെടെയുള്ളവർ വിവാഹ ചടങ്ങിൽ പങ്കെടുത്തു. എല്ലാ മതങ്ങളുടെയും സത്ത മനുഷ്യത്വമാണെന്ന് പഠിപ്പിച്ച മഹാഗുരുവിന്റെ സന്നിധിയിൽ വെച്ച് ഈ വിവാഹം നടന്നത് ഏറെ ശ്രദ്ധേയമാണെന്ന് MV ഗോവിന്ദൻ പ്രതികരിച്ചു. ഇതാണ് യഥാർത്ഥ കേരള സ്റ്റോറി എന്ന് മന്ത്രി V ശിവൻകുട്ടിയും പറഞ്ഞു. ആ മനുഷ്യത്വത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് മുമ്പോട്ടേക്ക് പോകാൻ ആജ്ഞ നൽകിയ മഹാഗുരുവാണ് ശ്രീനാരായണൻ. ആ ഗുരുവിൻ്റെ കാൽപ്പാടുകൾ പിന്തുടർന്ന് മുന്നോട്ടേക്ക് പോകുന്ന ഒരു ജീവിതം നയിക്കണമെന്നാണ് മഹാരാഷ്ട്രക്കാരനും അതുപോലെ തന്നെ മധ്യപ്രദേശുകാരിയും തീരുമാനിച്ചിട്ടുള്ളത്. ആ തീരുമാനത്തെ മനുഷ്യൻ പൊതുവെ, സമൂഹം പ്രത്യേകിച്ച് പൂർണ്ണമായ അർത്ഥത്തിൽ പിന്തുണ നൽകുന്നു എന്നുള്ളതിന് സാക്ഷി നിൽക്കുന്ന നാടാണ് കേരളം. യഥാർത്ഥ കേരള സ്റ്റോറി എന്ന് പറയുന്നത് ഈ കല്യാണമാണ്. നമുക്ക് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്ക് അഭിമാനിക്കാം. അത് നിർഭയം സാധ്യമാകുന്ന ഏക ഇന്ത്യൻ സംസ്ഥാനത്തിൻ്റെ പേര് കേരളം. അതുകൊണ്ടാണ് പറഞ്ഞത്, എല്ലാവരും പറയുന്നു വിവാഹം സ്വർഗത്തിലാണെന്ന്. അതെ, ആ സ്വർഗത്തിന്റെ പേരാണ് കേരളം. കേരളം നല്ല സ്ഥലവും ഇവിടത്തെ ആളുകൾ നല്ല മനുഷ്യരുമാണെന്നും കേരളത്തിൽ തന്നെ തുടരുമോ എന്നത് ആലോചിക്കുമെന്നും മൊണാലിസയും ഫർമാനും വ്യക്തമാക്കി. മൊണാലിസ ബോസ്ലെ അഭിനയിക്കുന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് വിഴിഞ്ഞം പൂവാറിൽ വെച്ച് നടന്നിരുന്നു. ഈ ചിത്രത്തിലെ തന്നെ നായകനായിരുന്ന ഫർമാൻ ഖാനുമായി മൊണാലിസ പ്രണയത്തിലുമായിരുന്നു. വീട്ടുകാർ ഇത് എതിർത്തതോടെയാണ് ഇരുവരും തമ്പാനൂർ പോലീസ് സ്റ്റേഷനിൽ സംരക്ഷണം തേടിയെത്തിയത്. മൊണാലിസ ബോസ്ലെയും യുവാവുമായുള്ള ബന്ധത്തോട് പിതാവ് അടക്കമുള്ള ബന്ധുക്കൾക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. മൊണാലിസ ബോസ്ലെയെ ബന്ധുവായ മറ്റൊരു യുവാവിനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണമെന്നതായിരുന്നു രക്ഷിതാക്കളുടെ താല്പര്യം. 18 വയസ്സ് പൂർത്തിയായതിനാൽ യുവതിക്ക് അവർക്കിഷ്ടമുള്ള വ്യക്തിക്കൊപ്പം ജീവിക്കാമെന്ന് പോലീസ് ബന്ധുക്കളെ അറിയിച്ചു. ഇതോടെ സംഭവം വിവാഹത്തിലേക്ക് കടക്കുകയായിരുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം.